ടു മൈ ചാനൽ ആദിശ്രീല്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് മസാല മുട്ട. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ അമ്മേനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ചട്ടി, പിന്നെ ഇതാ അര സവാള, കണ്ടോ, അര സവാള, ഒരു 3 കരിവേപ്പില, പിന്നെ കാശ്മീർ ചില്ലി മുളക് പൊടി ആണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുട്ട പൊടിച്ച് വയ്ക്കാം. മുട്ട നമ്മൾ വെച്ചിട്ട് അടയ്ക്കാം. ഇത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ആദ്യം കുറച്ച് സവാള, ഇതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മെയിന്. സവാള ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിരുന്നു. ഇതെല്ലാം കൂട്ടി ഒരു നുള്ള് നല്ല മണമുള്ള ചില്ലി പൗഡർ, ഒരു കട്ടാട്ടോ. അമ്മ എരിഞ്ഞാവുന്നു വരുന്നത്, കുറച്ചിട്ടാൽ മതിയെ, അതിനെത്ര പകുതിയൊക്കെ ഇട്ടാൽ മതി. കുറച്ചുകൂടിയിടാം, ഒരു വൈബ് വേണ്ടേ. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടേ, ഞാൻ സ്പൂൺ എടുത്ത് കഴുകുകയാണ്. സ്പൂൺ എടുത്ത് കഴുകി ഞാൻ വന്നിട്ട് അതിന് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിടാണ്ടേ. കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ ഗൈസ്. മതി, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു മുട്ടയെങ്കിലും പൊട്ടിച്ച് വയ്ക്കേണ്ടി വരും ഗൈസ്, ഒരു മുട്ടയെങ്കിലും പൊട്ടിച്ച് വയ്ക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഗൈസ് ഞാൻ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുള്ളേ. ഞാൻ പുതിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ ഉപ്പ് കുറച്ച് കൂടണമെന്നേ ഉള്ളൂ. ഉപ്പരെ ഒരൊറ്റ സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതുള്ളും കൂടി ഇപ്പിടണം. ഒരു ഉള്ളിപ്പിട്ടേ കൂട്ടരുത് കേട്ടോ ഗൈസ്. നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോൾ ചില്ലി പൗഡർ കുറഞ്ഞു, വേറെ ഇത് തന്നെ കേട്ടോ. ചില്ലി പൗഡർ ഒന്നും മതിയില്ല, നല്ല വെള്ളം. നല്ല മുട്ടയും ചില്ലിയും മണം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇലക്കിയതാ നല്ല ചില്ലി കളർ സാധനം കിട്ടുന്നത്. ഇത് നമുക്കിതേ നമ്മുടെ ഗ്യാസ് സ്റ്റവ് കത്തിക്കാം, എണ്ണ പാരാം. നമ്മൾ എണ്ണ പാരുകയാണ്. ഓക്കെ, നമ്മൾ എണ്ണ പാരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മുട്ട അധികം ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തരാം, പെട്ടെന്ന് പോയി. ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഇങ്ങനെ അതേ നല്ല ഇളക്കി നല്ല സൂപ്പർ മുട്ട അങ്ങനെ ആക്കിയിട്ടാം. ലാസ്റ്റ് നമുക്കിത് അമ്മയ്ക്കൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ടോപ്പിങ്സ് ആയിട്ട് ഇടാൻ ഉദ്ദേശിച്ച കരിവേപ്പില എക്സ്ട്രാ കേട്ടോ. ഒരു കരിവേപ്പില എടുക്കുക, കൊണ്ടുപോവുക, കഴുകുക,
നമ്മുടെ ടോപ്പിങ്സ്. അങ്ങനെ ഇപ്പൊ നല്ല സ്മെല്ലാട്ടോ. നല്ല വലിയ മുട്ടയിരിക്കില്ല. ഇനി നമുക്കത് വിട്ടത് എല്ലാവരെയും കൊണ്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓഫ് കോഴ്സ് മൈ അനിയത്തി. ഞാൻ കഴിക്കില്ല, എനിക്ക് മുട്ട ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഗോൾഡൻ ബ്രൗൺ ആയി റോസ്റ്റ് ആവട്ടെ കേട്ടോ. അല്ല പുള്ളി സാധനമൊന്നും ഒരു സംശയവും വേണ്ട. അപ്പോൾ ഗൈസ് നമ്മുടെ മുട്ട ഏകദേശമൊക്കെ നമ്മുടെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശമായിട്ടുള്ള നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. ഇതൊന്ന് ലോക്കൽ നോക്കിയിട്ടേ ഇപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാനുള്ള ദോശ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്തതാ ഇത് ഗൈസ് ദോശയ്ക്ക് ചെറിയ പണി വെക്കുന്നുണ്ട്. അത് സാരമില്ല. നാളെ എൻ്റെ അമ്മയായിട്ടോ നോക്കണം ഗൈസ്. നമ്മുടെ ക്യാമറാമാനാണ് കേട്ടോ എൻ്റെ അമ്മ. ഞാൻ അമ്മയെ കാണിച്ചുതരാം. എൻ്റെ അമ്മയോടെ ഇത് നിൽക്കണ്ടേ. ഈ അമ്മേനെ ഞാൻ ഒന്ന് ഫുഡ് കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ സംഭവം ഒന്നും കൂടെ റോസ്റ്റാണ്. കാര്യം എന്താണെന്നറിയോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല നല്ല സ്മെല്ലാണ് വരും. പെട്ടെന്ന് നമ്മൾ രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന മാതിരിത്തെ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് ഇതുണ്ടാക്കി കൊടുക്കണ്ട. മുട്ട ഇഷ്ടമുള്ളവരുണ്ടാവല്ലോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇതാക്കിയിട്ട് കൊടുത്താൽ ഇത് ഒരു ബ്രെഡും അല്ലെങ്കിൽ ദോശയുടെ നടുക്കുക വെച്ച് നീക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ്. അത് നമ്മൾക്ക് അമ്മയ്ക്ക് കൊടുത്തു നോക്കാം. കുറച്ച് ടൈം പിടിക്കുന്നതായിരുന്നു. നമുക്ക് ഹൈ ഫ്ലെയിമിൽ അതിനെ വാടം വെക്കാം. നല്ല ആവി വരുന്നു നോക്കൂ, നല്ല ആവി വരുന്നു, നല്ല ചൂട്. പൊറാട്ട നല്ല മറച്ചിട്ട് പറയാട്ട. അപ്പൊ ചേട്ടാ നിന്റെ പണി അതിനെ പഠിപ്പിക്കുന്ന മാണിനെ. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് എടുക്കാം. നമുക്ക് അമ്മയെ കൊണ്ട് കഴിപ്പിച്ച് നോക്കാം. ഓ ഗൈസ് പ്ലക്കൂ 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 അച്ചോ അച്ചോ പ്ലക്കൂ പ്ലക്കൂ. മുട്ട ഇഷ്ടമല്ലെങ്കിൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യും. ക്യൂരിയോസിറ്റി ഗൈസ് ജഡ്ജി ടേസ്റ്റ് ചെയ്യുമ്പോൾ കൈ കൂട്ടി ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, അതിനുള്ള കാര്യമാണ്. ബുൾസെ ഓംപ്ലേറ്റ് പുഴിഞ്ഞത് എല്ലാം കൂട്ടി കുറച്ച് കഴിക്കും. പൊളിയാട്ടോ. മുട്ടയ്ക്കകത്ത് ഞാൻ ഞങ്ങൾക്ക് അമ്മക്ക് കൊടുത്തോക്കാം. Okay, bye.